എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഗ്രഹങ്ങൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. വിശേഷിച്ചും ഓരോ മാസവും ആ ഗ്രഹനിലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെയധികം പ്രധാനമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരെക്കുറിച്ചാണ്. മെയ് 2026 ധനുരാശിയിൽ ജനിച്ചവർക്ക് എങ്ങനെയുള്ള അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്? നിങ്ങളുടെ കരിയർ എങ്ങനെ പോകും? ആരോഗ്യനില എങ്ങനെ ഉണ്ടായിരിക്കും? സാമ്പത്തിക നില മെച്ചപ്പെടുമോ? കുടുംബജീവിതം, പ്രണയം എന്നീ മേഖലകളിലൊക്കെ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി ഈ മാസത്തെ ഗ്രഹനിലകൾ സൂക്ഷ്മമായി പരിശോധിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ലളിതമായ പരിഹാരങ്ങളും പറയുന്നുണ്ട്. ആദ്യം ധനുരാശിക്കാരുടെ ജോലി എങ്ങനെ പോകും എന്ന് നോക്കാം. മെയ് 2026 ധനുരാശിക്കാർക്ക് കരിയറിൽ മികച്ച മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു മാസമാണ്. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. സൂര്യൻ്റെയും ചൊവ്വയുടെയും ഒക്കെ സ്ഥാനം മൂലം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിനൊക്കെ അർഹമായ അംഗീകാരമൊക്കെ ഈ മാസം ലഭിക്കുന്നതാണ്. എങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ശനിയുടെയൊക്കെ സ്വാധീനം ജോലിയിൽ ചെറിയൊരു മന്ദതയോ മടിയോ ഒക്കെ ഉണ്ടാക്കിയേക്കാം. എത്ര തിരക്കൊക്കെയുള്ള സമയമാണെങ്കിലും ചെയ്യുന്ന ജോലികളിലൊക്കെ കൃത്യത പാലിക്കാനൊക്കെ ശ്രമിക്കുക. പലപ്പോഴും ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറയുന്നത് വലിയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ജോലിയിലൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതുമാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ തരുന്ന ഒന്നാണ്. മെയ് 15 ശേഷം ചിലവുകളൊക്കെ അല്പം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അനാവശ്യ യാത്രകളും നിക്ഷേപങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതാണ് ഉചിതം. ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് മെയ് 15 മുൻപിലുള്ള സമയം കൂടുതൽ ഫലപ്രദമായിരിക്കും. തീരുമാനങ്ങളൊക്കെ കൃത്യതയോടെ കൈക്കൊള്ളാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. വരുമാനത്തിലെ വർധനവൊക്കെ ഉണ്ടാകുമെങ്കിലും അനാവശ്യമായ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണ്ടതാണ്. മെയ് 15 ശേഷം ബിസിനസ് രംഗത്തോ അല്ലെങ്കിൽ കുടുംബ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പണം ചിലവാകാനും സാധ്യതയുണ്ട്. അതിനാൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സാമ്പത്തികമായ ആസൂത്രണമൊക്കെ നടത്തുന്നത് വളരെയധികം നന്നായിരിക്കും. വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിന് മുൻപ് നന്നായിട്ട് ആലോചിച്ച് നിക്ഷേപങ്ങളൊക്കെ നടത്തുക. ഇനി ധനുരാശിക്കാരുടെ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ മെയ് 15 ശേഷം ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ പരസ്പരമുള്ള ആശയവിനിമയമൊക്കെ വളരെ പ്രധാനമാണ്. ചിലപ്പോൾ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതായും വന്നേക്കാം. എങ്കിലും വീട്ടിനുള്ളിൽ ഐക്യവും സമാധാനവും ഒക്കെ നിലനിർത്താൻ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കാതെ ക്ഷമയോടെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് കുടുംബബന്ധമൊക്കെ കൂടുതൽ ശക്തമാക്കുന്നതാണ്. അതുപോലെ കുട്ടികളുമായിട്ടൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദമൊക്കെ കുറയാനും സഹായിക്കുന്നതാണ്. ഇനി ധനുരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. മെയ് 11 ശേഷം ചൊവ്വ 5-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും പുതിയ കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെയധികം മികച്ച സമയമാണ്. പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ഗ്രഹിക്കാനുമൊക്കെ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ്. വെറുതെ സമയം കളയാതെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയൊക്കെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ആണ്. ഇനി ധനുരാശിക്കാരുടെ ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യങ്ങളിലേക്ക് കടന്നാൽ മെയ് മാസം ധനുരാശിക്കാർക്ക് പൊതുവേ നല്ലതാണ്. എങ്കിലും ശനിയുടെ ദോഷഫലങ്ങളൊക്കെ മൂലം ചില ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘനേരമൊക്കെ ഒരേ ഇരിപ്പിലൊക്കെ ഇരിക്കുന്നവർക്ക്, ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ പാദവേദന, അതുപോലെ ക്ഷീണം, കണ്ണുകൾക്ക് ചെറിയ അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെട്ടേക്കാം. ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾക്കൊക്കെ വിശ്രമം നൽകാനും ധാരാളം വെള്ളം കുടിക്കാനുമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വയർ ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതുമാണ്. അല്ലാതെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ മാസം ഉണ്ടാകുന്നതുമല്ല. ഇനി ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാനും മെയ് മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും എന്തൊക്കെ ചെറിയ പരിഹാര മാർഗ്ഗങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ശനിയാഴ്ച തോറും ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ശനി മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങൾ
മാറുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ ഹനുമാൻ ചാലിസ ദിവസവും പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് മാനസികമായ ധൈര്യവും വിജയവും ഒക്കെ നൽകുന്നതാണ്. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് ധാര വഴിപാട് നടത്തുക. ഇത് മനസ്സിനെയൊക്കെ ശാന്തമാക്കാനും സഹായിക്കുന്നതാണ്. ഇനിയും ജോലിയിലൊക്കെ എന്തെങ്കിലും തടസ്സമൊക്കെ നേരിടുന്നവരാണെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുക. ധനുരാശിക്കാർക്ക് 2026 ഒരു ഉയർച്ചയുടെ മാസമാണ്. ചെറിയ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണമൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം മെയ് മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.